നമസ്കാരം. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയ അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായത്. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വർ യുവതിയെ വീണ്ടും അപമാനിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അന്വേഷണ സംഘത്തിന്റെ ഹർജിയിൽ കോടതി രാഹുൽ ഈശ്വറിന് നോട്ടീസ് അയച്ചിരുന്നു. ഈ മാസം 19-ന് നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകണമെന്നാണ് തിരുവനന്തപുരം അഡീഷണൽ CJM കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജാമ്യം അനുവദിച്ചപ്പോൾ പരാതിക്കാരിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തരുതെന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഈ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടുവെന്നുമാണ് അന്വേഷണ സംഘം കോടതി അറിയിച്ചിട്ടുള്ളത്. CJM കോടതിയിൽ ഹർജി നൽകിയ അന്വേഷണ സംഘത്തിന്റെ നടപടിക്കെതിരെ രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിട്ടുണ്ട്. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷവും രാഹുൽ ഈശ്വർ വീണ്ടും അതിജീവിതയെ സാമൂഹിക മാധ്യമത്തിലൂടെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സംഘം ഹർജി നൽകിയിരിക്കുന്നത്. ജനുവരി 19-ന് ഹാജരാകണമെന്ന കോടതിയുടെ നോട്ടീസ് ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും തന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നിസാര കാരണങ്ങൾ നിരത്തുകയാണെന്നുമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അനാവശ്യമായി ജയിലിൽ ഇട്ടുവെന്നും രാഹുൽ ഈശ്വർ കൊച്ചിയിൽ പറഞ്ഞു. പുരുഷ കമ്മീഷനെ പല രാഷ്ട്രീയ നേതാക്കളും പരസ്യമായി പിന്തുണയ്ക്കാത്തത് മാധ്യമങ്ങൾ സ്ത്രീ വിരുദ്ധരെന്ന് പറയാമോ എന്ന ഭയന്നിട്ടാണെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. തനിക്കെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ താനും പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ നിരന്തരം പരാതി നൽകി സ്വൈര്യജീവിതം നശിപ്പിക്കുകയാണവർ. അതിജീവിത ഗൂഢാലോചന നടത്തിയെങ്കിൽ അന്വേഷിക്കണം. 10-ാം തീയതി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഇതുവരെ പോലീസ് നടപടിയെടുത്തിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലേക്ക് നയിച്ച 3-ാം പീഡന പരാതിയിലും രാഹുൽ ഈശ്വർ സംശയം ഉന്നയിച്ചു. മുഖത്തടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ശേഷം ആരെങ്കിലും ഫ്ളാറ്റ് വാങ്ങാൻ സഹായിക്കുമോ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിച്ചത്. പീഡനം നടന്ന ശേഷം അയാളുമായി സംഭാഷണം നടത്തി 2 ബെഡ്റൂം ഫ്ളാറ്റ് വേണോ അതോ 3 ബെഡ്റൂം ഫ്ളാറ്റ് വേണോ എന്ന് ചോദിക്കുമോ എന്നും രാഹുൽ ഈശ്വർ ചോദിച്ചു. ആദ്യ പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെ പിന്തുണച്ചതുകൊണ്ട് വീഡിയോ ചെയ്തു. ഗൂഢാലോചന എന്ന് പറയുമോ എന്ന് ഭയന്ന് ആ വീഡിയോയ്ക്ക് താൻ ലൈക്ക് പോലും ചെയ്തിട്ടില്ലെന്നും പരാതികളെല്ലാം മുഖ്യമന്ത്രിക്കാണ് നൽകുന്നതെന്നും എല്ലാം പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയാണെന്നും രാഹുൽ ഈശ്വർ ആരോപിച്ചു. ശബരിമല തന്ത്രിയുടെ അറസ്റ്റിലും അന്വേഷണ സംഘത്തിനെതിരെ രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിട്ടുണ്ട്. തന്ത്രി ദേവന്റെ അനുമതി വാങ്ങിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. SIT അയ്യപ്പന്റെ മൊഴി എടുത്തിട്ടാണോ ഇത് പറയുന്നതെന്നും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നും രാഹുൽ ഈശ്വർ ചോദിച്ചു. ശബരിമല പ്രക്ഷോഭകാലത്ത് വിശ്വാസികളോട് കുറച്ചെങ്കിലും സ്നേഹം കാണിച്ചയാളാണ് കടകംപള്ളി. യുവതി പ്രവേശന വിധി തെറ്റാണെന്ന് മുഖ്യമന്ത്രിമാരുടെ വേദിയിൽ പരസ്യമായി പറഞ്ഞ ഏക ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണം ഇതുവരെ SIT കണ്ടെത്തിയിട്ടില്ല. ഗോവർദ്ധന ജ്വല്ലറിയിൽ നിന്ന് ഏതോ കുറച്ച് സ്വർണം എടുത്തിട്ട് റിക്കവറി എന്ന് പറയുകയാണ്. തന്ത്രി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതായി കണ്ടെത്തിയിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേപിച്ചെന്ന കേസിൽ 16 ദിവസത്തോളമാണ് രാഹുൽ ഈശ്വർ ജയിലിൽ കഴിഞ്ഞത്. ഈ ഒരു ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രശസ്ത ട്രാവൽ ബ്ലോഗർ സുജിത് ഭക്തനുമായിട്ടുള്ള പോഡ്കാസ്റ്റിലാണ് രാഹുൽ ജയിലിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചത്. രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. 16 ദിവസത്തിനിടെ 4 ജയിലുകളിലാണ് കിടന്നത്. 4 ദിവസം പൂജപ്പുരയിലുള്ള ജില്ലാ ജയിലിൽ നിരാഹാരം കിടന്നു. 4 ദിവസം വെള്ളം കുടിച്ചില്ല. 5 ദിവസം ആഹാരവും കഴിച്ചില്ല. ബോഡി വീക്കായാൽ നിർബന്ധിച്ചു ഭക്ഷണം കഴിപ്പിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ജില്ലാ ജയിലിൽ നിരാഹാരം കിടക്കുന്നതുകൊണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഞാനും ഒരു കൊലപാതക കേസിലെ പ്രതിയുമാണ് ഒരു സെല്ലിൽ ഒരുമിച്ച് കിടന്നത്. നല്ല ദൈവഭക്തിയുള്ള, രാത്രി ബൈബിളൊക്കെ വായിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. കൊലക്കേസിൽ എങ്ങനെയാണ് ഉൾപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അയാൾ പറഞ്ഞു. മരിക്കുമെന്ന് വിചാരിച്ചില്ലെങ്കിലും പിന്നീട് കുത്തേറ്റയാൾ മരിച്ചു. 4 ദിവസം ഈ പ്രതിയുടെ കൂടിയാണ് കിടന്നത്. തറയിൽ പായയിലാണ് കിടന്നത്. ഒരു ഷീറ്റും കിട്ടും. ജയിലിൽ ഗോതമ്പുണ്ട ഉണ്ടെന്ന് തെറ്റിദ്ധാരണയാണ്. ചപ്പാത്തി ഉണ്ട്, ഇഡലി, പുട്ട്, ഇഡലി ചോറ് എല്ലാം ഉണ്ട്. ആവശ്യത്തിലേറെ ആഹാരം ലഭിക്കും. നിരാഹാരമായതിനാൽ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ബൈബിൾ ഉൾപ്പെടെ 4 പുസ്തകങ്ങൾ ജയിലിൽ വാസത്തിനിടെ വായിച്ചു തീർത്തു. പ്രണയിച്ചതിന്റെ പേരിൽ 19 വയസ്സുള്ള പയ്യന്മാർ പോക്സോ കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. അവരുടെ കേസ് ഏറ്റെടുത്ത് എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ ഇപ്പോൾ നോക്കുന്നത്. തറയിൽ കിടന്ന് ജില്ലാ ജയിലിൽ വെച്ച് നല്ല നടുവേദന ഉണ്ടായി. പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സകൾ നടത്തിയ ശേഷം തിരിച്ചു വന്ന് സെൻട്രൽ ജയിലിലെ ഹോസ്പിറ്റൽ വാർഡിലിട്ടു. ഇവിടെ ഒരു കട്ടിൽ കിട്ടി. ഇവിടെ FM റേഡിയോ ഉണ്ട്. പത്രം വായിക്കാൻ കിട്ടും. അവിടെ എന്റെ വാർത്തകൾ കീറിക്കളഞ്ഞ ശേഷമാണ് പത്രം ലഭിക്കുന്നത്. കീറിയ ഭാഗം കാണുമ്പോൾ മനസ്സിലാകും അത് എന്റെ വാർത്തയായിരുന്നുവെന്ന്. ജയിലിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ വന്ന് സെൽഫി എടുത്തു. നിങ്ങൾ പുറത്തിറങ്ങിയ ശേഷം ഫോട്ടോ ഇട്ടോളാം എന്നാണ് അവർ പറഞ്ഞത്. ജില്ലാ ജയിലിൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരുന്നു. സെൻട്രൽ ജയിലിൽ പള്ളിയും അമ്പലവും ഒക്കെയുണ്ട്. ഒരു നിശ്ചിത സമയത്ത് അവിടെ പോകാം. ലൈബ്രറിയിൽ പോയി. 20 വർഷമായി ജയിലിൽ കിടക്കുന്നവരുണ്ട്. സാങ്കേതികത്വത്തിന്റെ പേരിലാണ് അവരെ അകത്തിട്ടിരിക്കുന്നത്. അവരെ സഹായിക്കാൻ പറ്റുമോ എന്നാൽ ഇപ്പോൾ നോക്കുന്നത്.
പണ്ട് ബോബി ചെമ്മണൂർ പറഞ്ഞത് ശരിയായ കാര്യമാണ്. ജീവിതത്തിൽ 1-2 ദിവസമെങ്കിലും ജയിലിൽ കിടക്കണം. ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു വീക്ഷണം ലഭിക്കും. ജയിലിൽ കിടക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാകും. ജയിലിൽ ഒരുപാട് സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതേസമയം ദിലീപ് കേസിലേക്ക് വന്നാൽ വിധി വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ദിലീപിനെതിരെ ഒരു കടുകുമണിയോളം പോലും തെളിവില്ല എന്നുള്ളത്. ഒരു ബന്ധവുമില്ലാതെയാണ് ഈ കേസിലേക്ക് ദിലീപ് വലിച്ചിഴക്കപ്പെട്ടത്. ഒരാളെ കുടുക്കണമെന്ന് വിചാരിച്ചാൽ കുടുക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു പ്രയാസവുമില്ല. നട്ടലുള്ള വനിതാ ജഡ്ജി വന്നതുകൊണ്ട് മാത്രമാണ് ദിലീപിന്റെ കാര്യത്തിൽ സത്യം വെളിയിൽ വന്നതെന്നാണ് രാഹുൽ പറഞ്ഞു വെച്ചത്.